നമ്മൾ ഡാൻസ് കളിച്ച ആനകളൊക്കെ മതപ്പാടുള്ള ആനകളായിരുന്നു. അതാണ് നമ്മളെ കണ്ടപ്പോൾ അതിന് ഡാൻസ് കളിക്കാൻ തോന്നിയത്. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്ന എവിടെയാണെന്നറിയോ? ഗുരുവായൂർ ആനക്കൊട്ട കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. വരും, നമുക്ക് പോയി കാണാം. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കേൾക്കാം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ പുന്നത്തൂരുള്ള ഈ ആനത്താവളത്തിലേക്ക്. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ആനകളുടെ ആവാസ കേന്ദ്രമായിട്ടാണ് പുന്നത്തൂർ കോട്ട പ്രവർത്തിക്കുന്നത്. പുന്നത്തൂർ കോട്ടയുടെ പ്രവർത്തന സമയം രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. ഇതിനായി പുറത്തുനിന്ന് പാസ് എടുത്ത് വേണം നമുക്ക് അകത്തേക്ക് പ്രവേശിക്കുന്നത്. മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് പ്രവേശന നിരക്ക്. ശ്രീ ഗുരുവായൂരപ്പന് വഴിപാടായി ലഭിക്കുന്ന ആനകളെയാണ് ഇവിടെ വളർത്തുന്നത്. എൻട്രൻസിൽ നിന്നും ഉള്ളിലേക്ക് വന്നാൽ വലത്തേക്ക് കിടക്കുന്ന വഴിയിലൂടെയാണ് ഞങ്ങൾ പ്രവേശിച്ചത്. ഈ ഞങ്ങൾ ആരാണെന്നല്ലേ? ഞാനും കൂട്ടുകാരി ബിന്ദുവും ഒരുമിച്ചാണ് ഈ ആനക്കോട്ട കാണാൻ വന്നിരിക്കുന്നത്. ഇവിടെ മുതൽ തന്നെ നമുക്ക് ആനകളെ കാണുവാൻ സാധിക്കും. ഇതാ ആന കുളിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇത് ആദ്യം നിന്നിരുന്ന ആനയായിരുന്നു. അതിനെ പുറത്തേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് ആ പനയോല അവിടെ നിന്ന് കിടന്നിരുന്ന സ്ഥലത്ത് നിന്നും എടുത്ത് അപ്പുറത്തേക്ക് മാറ്റിയിടിക്കുകയാണ് ചെയ്യുന്നത്. എന്തൊരു അനുസരണയാണല്ലേ. ഇപ്പോൾ ഈ ആനക്കോട്ടയ്ക്കുള്ളിൽ മൊത്തം 36 ആനകളാണ് ഉള്ളത്. ഇവിടെ നിന്നാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ശീവേലിക്കുള്ള 3 ആനകളെ ദിവസവും കൊണ്ടുപോകുന്നത്. ഒരു ആനയ്ക്ക് 3 പാപ്പാനാണ് ഉള്ളത്. പ്രശ്നക്കാരായിട്ടുള്ള ആനകളെ ആരും പെട്ടെന്ന് അടുത്തേക്ക് ചെല്ലാത്ത വിധം മാറ്റിയാണ് പാർപ്പിച്ചിരിക്കുന്നത്. ഇവിടെ നേരത്തെ ഇവിടെയൊക്കെ ആനകളുണ്ടായിരുന്നു. ഇപ്പം 36 എന്നല്ലേ പറഞ്ഞത്. അത് നല്ലൊരു സുന്ദരൻ ആന വയ്ക്കുന്നു. കേടാ അത് തന്നെ. ആ മിടുക്കൻ. ഇങ്ങോട്ടേക്ക്. ആ അങ്ങോട്ടേക്ക്. അവൻ ഡാൻസ് കളിക്കുക കേട്ടോ. അവന് ഇഷ്ടപ്പെട്ടു. കൊള്ളാം കൊള്ളാം കൊള്ളാം. മിടുക്കൻ മിടുക്കൻ. ഓക്കെ. മിടുക്കനാട്ടോ. നമ്മുടെ ഡാൻസ് ഇഷ്ടപ്പെട്ടു എന്തോ. എല്ലാവരും ഒന്ന് ഭയങ്കര സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. ഓക്കെ. അത് തിന്നുന്നതും കളിക്കുന്നതും ഒക്കെ ചിരിച്ചുകൊണ്ട് കളിക്കണം. നോക്കിയേ. അത് നോക്കിയാൽ ശരിക്കും ചിരിക്കുന്ന കണ്ട അല്ലേ? ആള് ഭയങ്കര സന്തോഷത്തിലാണ്. രാജാ രാജാ. ബിന്ദു ആണ് അതിനെ ഡാൻസ് കളിപ്പിക്കുന്നതെന്ന് തോന്നുന്നു. ഇന്ന് ആനയൊക്കെ അവിടെ ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ഇന്ന് ഭയങ്കര ഡാൻസ് ഒക്കെ ആണല്ലോ.
മതപ്പാടുള്ളതാണോ? ഞങ്ങളതിൻ്റെ മുന്നിൽ പോയി നല്ലോണം ഡാൻസ് കളിച്ചു. ആ അതെ, കൂടുതലാടി. ഞങ്ങളിങ്ങനെ കൈയൊക്കെ കാണിക്കുമ്പോൾ അതനുസരിച്ചിട്ട് അതും ഇങ്ങനെ ആടുകയെന്ന്. ബിന്ദുവേ മതപ്പാടുള്ള ആനയായിരുന്നു. ഈ ആനയുടെ ഒക്കെ പേരെന്താ ഏട്ടാ? ഇതിന്റെ പേരെന്താ? നന്ദൻ. ഏഷ്യയിലെ ഏറ്റവും ഭാരം കൂടിയ ആന. ഇത് ഒരു സെക്കൻഡ്, ഗുരുവായൂർ നന്ദൻ. ഏഷ്യയിലെ ഏറ്റവും ഭാരം കൂടിയ ആന, അങ്ങനെയാണോ? വലിയ ആനയാണോ? ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആനയാണോ? ഏതാ? ഗുരുവായൂർ ദേവസ്വത്തിലെ ഏറ്റവും വലിയ ആന, ഏഷ്യയിലെ ഏറ്റവും ഭാരം കൂടിയ ആന. ഓ ശരി, ഗിന്നസ് റെക്കോർഡുകാരനാ അല്ലേ? ഇവന്റെ പേരെന്താ? ശങ്കരനാരായണൻ. ഇവരൊക്കെ തിടമ്പഴി നിലയ്ക്കാൻ പോകാറുള്ളതാണോ? ജൂനിയർ നന്ദൻ. ഇതാ ശരി. എല്ലാ ആനകൾക്കും പേരുണ്ടല്ലേ? നിങ്ങൾക്കപ്പോൾ എങ്ങനെ അറിയുന്നത് ഇതിനെ? എങ്ങനെ പേര് ഓരോരുത്തരുടെ? ആ അതൊന്നും ചെയ്തൊന്നുമില്ല. വാ, നമ്മൾ ഡാൻസ് കളിച്ച ആനകളൊക്കെ മതപ്പാടുള്ള ആനകളായിരുന്നു. അതാണ് നമ്മളെ കണ്ടപ്പോൾ അതിന് ഡാൻസ് കളിക്കാൻ തോന്നിയത്. അത് വരട്ടെ, അതിനെന്താ? ഇത് അതിൻ്റെ വീടാണ്, നമ്മുടെ വീടല്ല. ഇതിന്റെ പേരെന്തോ ചേട്ടാ? ദേവദാസ്. എന്താ സുഖമല്ലേ? അവിടെ അങ്ങോട്ട് കിടന്നു കൊടുത്താൽ മതി. അവരെ തേച്ചൊരച്ച് വെള്ളമൊഴിച്ച് നന്നായി കുളിപ്പിച്ച് കുട്ടപ്പനാക്കി എടുക്കും. ഇതിനെ എല്ലാ ദിവസവും കുളിപ്പിക്കുക കേട്ടാ? എല്ലാ ദിവസവും കുളിപ്പിക്കും. പിന്നെ പേരെന്താ? ബാലു. ബിന്ദു, ബിന്ദു, ഇവിടെ ഒരാൾ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. അതാണ് മുമ്പേ പോലെ. നോക്കിയേ, എന്താ ഡാൻസ് കളി നോക്കിയേ. കുറച്ചു മുമ്പ് ഇതുപോലെ തുമ്പിക്കൈയൊക്കെ ആട്ടി ഡാൻസ് കളിച്ചിരുന്ന ആനകളെ കണ്ടപ്പോൾ ഞാനും ബിന്ദുവും കൂടെ അവിടെ നിന്ന് കുറച്ച് നേരം ഒന്ന് ആടി. അതിനുശേഷം ഇതൊക്കെ മതപ്പാടുള്ള ആനകളാണെന്ന് അറിഞ്ഞപ്പോൾ ഇപ്പോൾ ഡാൻസും ഇല്ല, പാട്ടുമില്ല, എങ്ങനെയെങ്കിലും മിണ്ടാതെ അങ്ങ് പോയാൽ മതി എന്നായി. ഇതാണ് ആനക്കൂട്, അല്ലെങ്കിൽ ചട്ടക്കൂടെന്ന് പറയും. ഇത് ആനകളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ആനകളെ ചട്ടം പിടിപ്പിക്കുന്ന കൂടാണ്. 3 ആനകൾ ഒരേ സ്ഥലത്ത്. ഓരോരുത്തർക്കും ഓരോ ഷെൽട്ടർ ഉണ്ടല്ലേ, ഓരോ കാർപോർച്ച് പോലെ. ആനപ്പോർച്ചാണോ? അവർ കേൾക്കണ്ട നമ്മളീ പറയുന്നുണ്ട്. കുളിയുടെ സമയമാണോ ചേട്ടാ ഇത്? എല്ലാ ആനകളും ഈ സമയത്താണോ കുളിപ്പിക്കുന്നത്? എല്ലാ ദിവസവും കുളിപ്പിക്കോ? എല്ലാ ദിവസവും കുളിപ്പിക്കോ? എന്താ പേരെന്തോ എൻ്റെ? രാധാകൃഷ്ണൻ. ഒരാൾ ആന വരുന്നത് കണ്ട് പേടിച്ച് ഓടിപ്പോകുന്നതുണ്ടോ? എന്തോ ഇതെന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല.
എലഫന്റ് സ്ക്വാഡ് ആംബുലൻസ് കിടക്കുന്നുണ്ടോ? എലഫന്റ് സ്ക്വാഡ് എന്തെങ്കിലും ഉപദ്രവിക്കുമ്പോൾ ആൾക്കാരെ കൊണ്ടുപോകാനായിരിക്കും അല്ലേ? അങ്ങനെ ഞങ്ങൾ ചുറ്റി നടന്ന് കണ്ട് ഏകദേശം കോട്ടയുടെ മുൻവശത്തെത്താറായി. അവിടെ എത്തിയപ്പോഴാണ് ഒരു കുളം കണ്ടത്. മീനിനെ വളർത്തുന്നത് മീനാണോ? ആഫ്രിക്കൻ? അതെ. പിടിക്കോ അതിനെ? ആ വലിയ കറുത്തത്. ഇതെന്തോ ആനയ്ക്ക് കൊടുക്കുന്നേ? അയ്യോ സോറി, ആനയ്ക്കല്ല, മീനിന്. അങ്ങോട്ട് പോയാൽ അവിടെ തിന്നു. ഇതാ അമ്പലത്തിന്റെ ഉള്ളിലുള്ളതായിരുന്നു. എല്ലാരും വെച്ചറിയിക്കേ. കാക്കകൾ വിളിച്ചോണ്ട് വരുന്ന പോലെ അല്ലേ? കാക്ക്, പ്രാവ് എല്ലാം ഉണ്ട് ഓരോ തറികളില്. ആനകളുടെ തറിയില് അവിലിട്ട് കൊടുക്കും. പിന്നെ ഈ ചെറുപയർ എനിക്ക് ചോറ് വയ്ക്കുന്നത് പ്രാവുകൾക്ക്. കാക്കകൾക്ക് തിന്നാൻ കൊടുക്കുന്നവരുണ്ട്. സമയമാകുമ്പോ വരും. ശരി. അതാത് ആനയുടെ ആനപ്പാപ്പന്മാരെ അവർക്കറിയാം. സമയമാകുമ്പോ അവരൊത്തിരിക്കും. ഈ കോട്ടയുടെ മുൻപിൽ തന്നെ പുന്നത്തൂർ അമ്പലമുണ്ട്. ഈ കാണുന്നതാണ് പുന്നത്തൂർ കോട്ട. നമുക്ക് ഈ കോട്ടയെ പറ്റിയും ഇവിടുത്തെ കുറേ കാര്യങ്ങളെ പറ്റിയും ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനായ ചേട്ടനിൽ നിന്നും അറിയാം. നമസ്കാരം ചേട്ടാ. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇതിന്റെ പേരെന്താണെന്ന് പറയുമോ? പുന്നത്തൂർ കൊട്ടാരം. പുന്നത്തൂർ ആനക്കോട്ട എന്ന് പറയും. അത് ഗുരുവായൂർ ദേവസ്വത്തിന്റെ കീഴിലാണ്. അപ്പോൾ ഈ 36 ആനി ആനക്കോട്ടയം. അതില് 76-ലാണ് ആനകൾ. 1976-ലാണ് ആനകൾ നിരക്ക് വരുന്നത്. 76-ലാണ് ഇവിടെ ആനകളെ കയറ്റി തുടങ്ങിയത്. 76-ൽ കയറ്റിയതല്ല, 76-ലാണ്. 75-ത്തെ ആനക്കോട്ട ദേവസ്വം ബോർഡ് എടുത്തു. 76-ലാണ് ഗുരുവായൂർ കേശവന്റെ നേതൃത്വത്തിൽ മറ്റുള്ള ആനകളൊക്കെ പാടെ കൂടിയിട്ട് ഇവിടേക്ക് പോകുന്നത്. ഓക്കെ. ഗുരുവായൂർ കേശവനാണ് അതിന്റെ ഒരു നേതൃത്വമുള്ള മുൻഗാമി നേതൃത്വം കൊടുത്ത അദ്ദേഹമാണ്. അയാളുടെ പിന്നാലെയാണ് മറ്റുള്ള ആനകളൊക്കെ വന്നു. 76-ല് 25-ആയില്ലേ. ചേട്ടൻ വരുന്ന സമയത്ത് 97 വരുന്ന സമയത്ത് എത്ര ആനകള്? അന്ന് 97-ൽ വരുമ്പോൾ 42-43 ആണ്. 97-ല് ഇന്റർവ്യൂ ഞങ്ങൾ പങ്കെടുത്തു. 98-ല് വരുമ്പോൾ 43. പിന്നെ അത് 66 ആനകൾ. പിന്നെ അത് 36 ആനകൾ. ആ കാലത്ത് നിലവിൽ 36 ആനകൾ അല്ലേ? പിന്നെ അതിൽ ഒരുപാട് ആനകള് വാർദ്ധക്യത്തിലുണ്ടായിരുന്നു. പ്രായമുള്ള ആനകളൊക്കെ മരണപ്പെട്ടു പോയി. പിന്നെ കുറെ ചെറുപ്പാനകൾ വന്നു. ആ ചെറുപ്പാനകളാണ് ഇപ്പൊ ഉള്ളതൊക്കെ ചെറുപ്പക്കാരായിട്ട് ഇങ്ങനെ. ഒന്നേരൊക്കെ ഇങ്ങനെ പ്രായമുള്ള ആനകളുണ്ട്. അങ്ങനെ പോകുന്നു. ആനപ്പാപ്പന്മാരും ഞങ്ങളൊക്കെ വളരെ. ഈ അമ്പലം എന്ന് പറയുന്നത് ഇവിടെ പുന്നത്തൂർ തമ്പുരാക്കന്മാരുടെ പരദേവതയാണ്. പുന്നത്തൂർ തമ്പുരാക്കന്മാരുടെ പരദേവത, അവകാശികളുടെ കൊട്ടാരത്തിന്റെ അവകാശികളുടെ അമ്പലമായിരുന്നു. അവർക്ക് നിത്യ പൂജ ചെയ്യാനുള്ള അമ്പലമായിരുന്നു. പൂജ ചെയ്യാനും അവർക്ക് തൊഴുകാനുള്ള അമ്പലം. ഇത് ഭഗവതി ക്ഷേത്രം. അത് ശിവനും വിഷ്ണു ആ ഭാഗത്തായിട്ടുള്ളത്. നേരത്തെ ക്ഷയിച്ചൊരു അമ്പലം ഉണ്ടായിരുന്നു. അതിപ്പോ പുനരുദ്ധാരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു 5 കോടി രൂപ മുടക്കിയിട്ട് ഇപ്പോൾ അത് അമ്പലം പുതിയതായിട്ട് 5 കോടി മുടക്കിയിട്ടത് പുനരുദ്ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ അമ്പലം പണിതുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അപ്പുറത്തൊരു അയ്യപ്പനുണ്ട്. അയ്യപ്പനും ശിവനും വിഷ്ണുവാണ് അവിടെ. അയ്യപ്പനും ശിവനും വിഷ്ണു. പിന്നെ ഇതിന്റെ ഉള്ളിലൊരു വേട്ടക്കാരൻ പറഞ്ഞതാണ്. വേട്ടയ്ക്കൊരു മകൻ എന്ന് പറയുന്നത് ഇതിനുള്ളിലുണ്ട്. ഈ കോട്ടയ്ക്കുള്ളിലുണ്ട്. ശരി. അപ്പൊ അതും ഇതിന്റെ അകത്താണ്. ഇവിടെ തടിയൊക്കെ ഇറക്കി വെച്ചിരിക്കുന്നത് എന്തിനാണ്? ഇപ്പൊ കൊട്ടാരം പണിയാണ്. പുതുക്കിപ്പണിയാണ്. പുതുക്കിപ്പണി. ഇത് പൊളിച്ചിട്ട് പുതുക്കിപ്പണി അല്ലേ? മാറ്റണ്ടെല്ലാം മാറ്റി ആ തനിമ നിലനിർത്താൻ വേണ്ടിട്ട് പണിയും. ഒരു 8 കോടി രൂപയൊക്കെയാണ് മാറ്റിയത്. 8 കോടിയുടെ ഒരു പ്രൊജക്ട് ആണ് അല്ലേ? അറിഞ്ഞത്. പക്ഷെ എത്രയാണ് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ശരി, കുഴപ്പമില്ല. പക്ഷെ അതിനുള്ള മരങ്ങളൊക്കെ വന്നു. അപ്പൊ ഇത് പൊളിച്ചിട്ട് ഇതേ മോഡലിൽ തന്നെ തനിമേല് പുതുക്കിപ്പണി. ഈ മരമൊക്കെ എത്ര വർഷം പഴക്കമുണ്ടാവും? അതൊക്കെ മാക്സിമം ഒരു 20 കൊല്ലം 25 കൊല്ലം അത്രേ ഉള്ളു അല്ലേ? ഇതിൽ പണ്ട് ഞങ്ങൾ വരുന്ന ഒരു ആൽമരം ഉണ്ടാവും. ആൽമരം വീണു എന്നതിന് ശേഷം വെച്ചതാണ്. ചില പൽപ്പനാവനാണ്ട് ഒരു പാപ്പ ഉണ്ടായിരുന്നു, രാധാകൃഷ്ണൻ ചേട്ടൻ പറഞ്ഞു. അയാള് വെച്ച പേരാലാണ്. ശരി. മരായി പന്തലിച്ചു. ഇവിടെ ചേട്ടനിപ്പോ ദേവസ്വത്തിന്റെ സ്റ്റാഫാണല്ലോ അല്ലേ? ഗുരുവായൂർ ദേവസ്വത്തിന്റെ സ്റ്റാഫാണ്. ഇവിടെ ഇപ്പൊ എത്ര ജീവനക്കാരുണ്ടാവും നിലവില്? 120
120, 122, 119 അങ്ങനെ. ഒരു ആനയ്ക്ക് എത്ര പാപ്പാന? ഒരു ആനയ്ക്ക് 3 ആൾ. 3 ആളുണ്ട്. ചെറിയ ആനയ്ക്ക് 2 ആളും വലിയ ആനകൾക്ക് 3 ആളും. ആഹാ. ഈ ചെറിയ ആനകളൊക്കെ ആൾക്കാർ നടക്കിരുത്തി വരുന്ന ആനകളെയും നടക്കിരുത്തി എല്ലാത്തിനും അങ്ങനെ തന്നെയുള്ളത്. ഭക്തർ കൊടുത്താണ്. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ 2-3 ആനകളൊക്കെ ഇങ്ങനെ ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞു മതപ്പാടുള്ള ആനകളായിരുന്നു അതെന്ന് പറഞ്ഞു. മതപ്പാടൊക്കെ ഉണ്ടാവും. കുറച്ച് ആനകളൊക്കെ മതപ്പാടാണ്. കയ്യിൽ നിൽക്കുന്ന 2 ആന മതപ്പാടാണ്. ഇന്ദ്രസനും വലിയ വിഷ്ണു, ഗജേന്ദ്ര. ചേട്ടന്റെ ആന ഇതിനകത്ത് ഏതാ? ചേട്ടന്റെ എന്റെ ആന അതാണ് ആദ്യം നിൽക്കുന്നത്. ഇന്ദ്രസൻ എന്ന് പറയും. അറ്റത്ത് അങ്ങേ അറ്റത്തേക്കാണ് ഇന്ദ്രസൻ. ശരി. അത് കഴിഞ്ഞ പിന്നെ 2ാമത്തെ ആന വിഷ്ണു, അതും മതപ്പാടിലാണ്. മതപ്പാടുള്ള. പിന്നെ ഈ മരത്തിന്റെ ഇടയിൽ കൂടെ ഒരു ആന നിപ്പുണ്ട്. അത് ഗജേന്ദ്ര എന്ന് പറയും. അതും മതപ്പാട് കെട്ടിയിരിക്കുകയാണ്. ഒലിവായിട്ടില്ല. ഈ 2 ആന മതപ്പാടിൽ ഒലിച്ചുകൊണ്ട്. ഇവർക്ക് മതപ്പാട് ലക്ഷണം എങ്ങനെയാ ചേട്ടാ നമ്മൾ അറിയുന്നത്? മതപ്പാടിന്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ അത് വർഷം ഉണ്ടാവുന്നതാണ്. അതെ. അത് പറഞ്ഞ സമയം ഏറെക്കുറെ ഒരു നമ്മുടെ ഇന്ദ്രസാനെ സംബന്ധിച്ചിടത്തോളം ഒരു മാർച്ച് 10-ാം തീയതി, ഒരു 5-ാം തീയതി ഒക്കെ ആകുമ്പോഴേക്ക് ആനയ്ക്ക് അതിൻ്റെതായ ഒരു മാറ്റങ്ങൾ കാണും. ശരീരഘടനയായിട്ടും പ്രകൃതിയിലും സ്വഭാവത്തിലും എല്ലാം ഒരു മാറ്റങ്ങൾ ഉണ്ടാവും. 10-ാം തീയതി മാക്സിമം ചങ്ങലോട് അടുപ്പിച്ച് ബന്ധസിച്ചു. 15-ാം തീയതി, 12-ാം തീയതി, പ്രാവശ്യം 15-ാം തീയതി വിളിച്ചു. കഴിഞ്ഞ പ്രാവശ്യം 17-ാം തീയതി വിളിച്ചു. പ്രാവശ്യം കഴിഞ്ഞിട്ട് അത് മതപ്പാട് തുടങ്ങി എത്ര നാൾ വരെ അങ്ങനെ ഉണ്ടാവും? 4 മാസം, 4.5 മാസം. അത്ര നാൾ നമുക്കൊന്നും ഫുഡെല്ലാം കൊടുക്കണേ. പഴം, അവില്, പഴം. അപ്പൊ നിങ്ങളെ ഒന്നും അത് ഉപദ്രവിക്കുക അങ്ങനെ? ഞങ്ങളത് ആനയുടെ താപ്പൊക്കെ നോക്കിയിട്ടല്ലേ പോവുള്ളൂ. അത് അറിയാതുകൊണ്ട് ഞങ്ങൾ ഓടിക്കുകയൊക്കെ ചെയ്യും. ചപ്പുവാരി അടിക്കും, മണ്ണുവാരി എറിയും. ആന എറിയണ ആ ഭാഗം ഒഴിഞ്ഞിട്ട് അപ്പുറത്ത് കൂടെ ഒരാൾ വിളിക്കും. ഇപ്പൊ എന്നെ ആന എറിയാൻ നിൽക്കുകയാണെങ്കിൽ ഇയാള് ആന വിളിക്കുകയാണ്, ഇവിടെ എന്താ ആന കാട്ടുന്നത് വെച്ചാൽ ശ്രദ്ധ അങ്ങോട്ട് മാറും. അപ്പൊ നമ്മൾ അപ്പുറത്തേക്ക് കിടക്കും. അപ്പൊ നമുക്ക് ആ ചപ്പൊക്കെ അങ്ങോട്ട് കയറ്റിയിടാൻ പറഞ്ഞൊക്കെ കയറ്റിയിട്ട് തരും. പിന്നെ ഒരാൾ പഴട്ട് കൊടുക്കുമ്പോൾ ഒരാൾ ആ ചപ്പ് വേസ്റ്റൊക്കെ വലിച്ച്, ഒരാൾ വെള്ളം അടിച്ച് അഴുക്കൊക്കെ കളഞ്ഞ് 2 പാവും അങ്ങനെ പോകും. പിന്നെ മണ്ണ് കയറ്റണമെങ്കിൽ മണ്ണ് കയറ്റും. കുളിപ്പിക്കുക തന്നെ എല്ലാ ദിവസവും? 2 നേരം പോയി. 2 നേരം കുളിപ്പിക്കുക. കിടത്തി കുളിപ്പിക്കാൻ പറ്റില്ല. വെള്ളം അടിച്ചിട്ട് കുളിപ്പിക്കുക. ആക്കിയിട്ട് പിന്നെ അതിന് ഉച്ചയ്ക്ക് പാൽച്ചോറുണ്ട്, ചവനപ്രാശുണ്ട്, പിന്നെ പട്ട, വാഴമണ്ടി, പുല്ല്, പഴം എല്ലാം ഉണ്ട്. പിന്നെ വളരെ ഇനിയിപ്പം മതപ്പാട് കഴിയാറായോ? അതിന്റെ അടുത്ത മാസം കൊണ്ട് ലാസ്റ്റ് കൊണ്ട് കഴിയും. പിന്നെ ആഗസ്റ്റ് സ്റ്റാർട്ടിങ്ങിലായി പുറത്തിറക്കാം. പിന്നെ അമ്പലത്തിൽ പോവാം. പിന്നെ വിളക്ക്, നിത്യ വിളക്കുണ്ടാവും. പിന്നെ അഷ്ടമിരോണി, ഉത്രാടം, തിരുവോണം, അതൊക്കെ വിശേഷപ്പെട്ട ദിവസങ്ങളാണ്. അപ്പൊ അതിനൊക്കെ നമ്മൾ പങ്കെടുക്കണം. പിന്നെ അതിന് ശേഷം നവരാത്രി പുറത്തേക്ക് സ്റ്റാർട്ടിങ് എഴുന്നള്ള പാടാം. നവരാത്രി പാലക്കാട് ജില്ലയിൽ 2-3 പ്രോഗ്രാം പാലക്കാട് കൊണ്ടുപോകും. ലോറിയിൽ കൊണ്ടുപോകും. അത് കഴിഞ്ഞ് പിന്നെ അമ്പലത്തിൽ ഉണ്ടാവും. പിന്നെ ആനൂട്ട്. ഇതിന്റെയൊക്കെ ചെലവെല്ലാം ദേവസ്വം ബോർഡ് തന്നെയാണോ വഹിക്കുന്നത്? ഭക്ഷണം എല്ലാം സാധാരണക്കാർ ഒരു ഉടമസ്ഥനൊന്നും പറ്റില്ല ഇവിടുത്തെ ചെലവ്. കാരണം രാവിലെ ഞങ്ങളൊരു 5 കിലോ 6 കിലോ അവില്, ഒരു 20 കിലോ പഴം. 20 കിലോ പഴം ഒരു ആനയ്ക്കോ? പിന്നെ 4 കിലോ ഈത്തപ്പഴം കണ്ടിന്യൂ ആയിട്ട്. ഒരു ദിവസം കൊടുക്കണം. പിന്നെ വൈകിട്ട് 5 കിലോ അരി, 5 ലിറ്റർ പാല്. 5 കിലോ അരി അങ്ങനെ വേവിച്ച് ചോറാക്കി കൊടുക്കും. പിന്നെ അതില് പാലിട്ടിട്ട് അതിൽ അരി ഇട്ടിട്ട് വേവിക്കും. ആനക്കല്ല 3-4 ആനക്കുണ്ട്. ഞങ്ങള് മാറി മാറി വെക്കും. ഞങ്ങൾ തന്നെ വെക്കണം. അത് വെച്ചതിന് ശേഷം അതില് ചവനപ്രാശം കൂട്ടി കുഴച്ച് വിറ്റാമിന്റെ പൊടി, ടോണിക്ക, നമ്മളെ എന്തൊക്കെ ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട് അതൊക്കെ ഇവിടെ. അതേപോലെ ആനകൾക്കും ചെയ്യണം. ആനകളൊക്കെ രാജാക്കന്മാരും പാപ്പന്മാരും അതെ ലോകത്ത് കിട്ടില്ല ഞങ്ങൾക്ക് പോലുള്ളൊരു സുഖം പോലുള്ളൊരു പണി ഇന്ത്യയിലല്ല. ഞാൻ അമേരിക്കയിൽ ആനയുണ്ട് കൊണ്ട് പോയിട്ടും കാര്യമില്ല മാഡം. ഇത്ര നല്ലൊരു പണി ലോകത്തുണ്ടാവും. പോലെ പാപ്പന്മാരൊക്കെ പോലെ ആനയ്ക്കും അതെ. ഞങ്ങളായാലും ആനകളും ഇവിടെ വന്നു വരുന്ന മുൻകൂർ. നിങ്ങൾക്ക് എല്ലാ ദിവസവും വർക്കിംഗ് ആണോ? അത് ലീവ് ശനി ഞായർ അങ്ങനെ ഹോളിഡേ ആണ്. ഞങ്ങൾ അന്ന് വർക്ക് ചെയ്യും. കാരണം മറ്റുള്ള ഓഫീസ് സെക്ഷൻ പോലെ അല്ലല്ലോ ഞങ്ങൾക്ക്. ഇതിനെ കഴുകണം, വെള്ളം പട്ടണം, അതിന്റെ പരിപാലനങ്ങളൊക്കെ. ഒരു ദിവസം ലീവ് എടുക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് മാറി മാറി ലീവ് എടുക്കും. മാറി വേറെ ആൾക്കാർ വരും. അയാൾ ലീവ് എടുക്കുമ്പോൾ നമ്മളുണ്ടാവും. 3-4 മാറി അങ്ങനെ നിൽക്കാം. വീട്ടിൽ നമുക്ക് വല്ല ആവശ്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ലീവ് എടുക്കാം. പിന്നെ മാറി മാറി നമ്മൾ ലീവ് എടുക്കുക. അയാൾ പോകുമ്പോൾ ഞാൻ ഉണ്ടാവും, ഞാൻ പോകുമ്പോൾ മറ്റൊരുത്തുണ്ടാവും. എപ്പോഴും ചിലപ്പോൾ ലീവ് എടുക്കുമ്പോൾ 2 ആളുണ്ടാവും. കുഴപ്പമില്ല. ചേട്ടന്റെ വീട് എവിടെയാ? എന്റെ നാട് പാലക്കാടാണ്. കോങ്ങാട് പറയും. പാറശ്ശേരി. കോങ്ങാട് പാറശ്ശേരി. പാലക്കാട് കോങ്ങാട് പാറശ്ശേരി. അത് ശരി. ഒരു 10-15 പാപ്പന്മാരുണ്ട്. 10-20 പാപ്പന്മാരുണ്ട്. അവിടുന്ന് തന്നെ ഉണ്ട്. ഒരേ പഞ്ചായത്ത്, ഒരേ വാർഡ്.
ഏറ്റവും കൂടുതൽ ആനക്കാരുള്ള പഞ്ചായത്ത് കോങ്ങാട് പഞ്ചായത്താണ്. ശരി. ഏറ്റവും കൂടുതൽ ഇതെങ്ങനെയാ നമുക്ക് ടെസ്റ്റ് എഴുതിക്കുന്നതാണോ അതോ ഞങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയച്ച് ഇന്റർവ്യൂവിൽ പങ്കെടുത്ത അന്ന് ഇന്റർവ്യൂ ആണ് KDRV ആണ് ടെസ്റ്റ് ഉണ്ട്. അന്നൊക്കെ ഞങ്ങൾ ഇന്റർവ്യൂവിലാണ് ഞാനൊക്കെ ചെയ്തത്. അടുത്ത കാലം വരെ അങ്ങനെ തന്നെയായിരുന്നു. 2005 വരെ. അതിന് ശേഷം പാരമ്പര്യമായിട്ട് അങ്ങനെ എന്തെങ്കിലും ഇല്ല, എല്ലാരും ഇല്ല. 8ാം ക്ലാസ് പഠിപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ആനയെ കൊണ്ടൊരു താല്പര്യം തോന്നി. അങ്ങനെ ആനയുടെ പിന്നാലെ അങ്ങനെ അങ്ങനെ ആനപ്പണിയൊക്കെ പഠിച്ചു. പിന്നെ ആനയെ കൊണ്ട് നടക്കാൻ തുടങ്ങി. ആനക്കാരനായി. ഗുരുവായൂരപ്പന്റെ എത്തിപ്പെട്ടു. മഹാഭാഗ്യല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. പിന്നെ പറഞ്ഞാൽ ഏറ്റവും വലിയ ഭാഗ്യാണ്. പണിയെടുക്കും പോലെയല്ലേ? അതെ, തീർച്ചയായിട്ടും. ഗുരുവായൂരപ്പൻ എന്ന് പറയുമ്പോൾ അതെ, നമുക്ക് എന്താ പറയാ വാക്കുകൾ. ഗുരുവായൂർ കേശവൻ എന്ന് പറഞ്ഞാൽ തന്നെ വേറൊന്നും പറയണ്ട, ഗുരുവായൂരപ്പന്റെ പോലെയാണ്. നമുക്ക് ജോലി ചെയ്യാന്നൊക്കെ പറഞ്ഞ മഹാഭാഗ്യാണ്. അതെ അതെ, അത് നമ്മുടെ അച്ഛനും അമ്മയും ചെയ്ത മുൻജന്മ സുഹൃത്തം കൊണ്ടൊക്കെയാണ് നമ്മളൊക്കെ ഇവിടെ എത്തിപ്പെടുന്നത്. തീർച്ചയായിട്ടും എത്തിപ്പെടാൻ പറ്റില്ല. അതെ അതെ, അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ. ഈ തറ കെട്ടിയിരിക്കുന്ന ഇവിടെ ആന വഴിപാടായിട്ട് ഒരു പ്രതിമ വഴിപാടായിട്ട് തന്നതാണ്. പാലക്കാട് മംഗലാകുന്നത്തുള്ള ഒരു പാർട്ടിയാണ്. അവരിങ്ങനെ വഴിപാടായിട്ട് കെട്ടിയിട്ടതാണ്. വെച്ചതാണ്. അപ്പൊ ഒരു ആന തെറ്റിയിട്ട് തല്ലി മറിച്ചു. ആന തെറ്റി. അപ്പൊ അതങ്ങനെ തല്ലി മറിച്ചു. ഇവിടെ ആനയുടെ പ്രതിമ ഉണ്ടായിരുന്നു അല്ലേ? ഓ ശരി. കൊണ്ടുപോയി ഇവിടെ പാടില്ല പറഞ്ഞു. ഇവിടെ മറ്റുള്ള ആനകളുള്ളപ്പോ പ്രതിമ ഇവിടെ വെക്കാൻ പാടില്ല. ഓ, അവർക്ക് കാണുമ്പോ എന്താ അഷ്ടമംഗല്യ പ്രശ്നത്തിലുണ്ടോ? ഓ ശരി. അവിടുന്ന് മാറ്റിയത്. ഓക്കെ ഓക്കെ. അതിലൂടെ മരം ഇറക്കാൻ നോക്കണം. പണിക്കുള്ളതല്ലേ? എന്നത്തേക്ക് തുടങ്ങാന് പണിയൊക്കെ? മഴ മാറി കഴിഞ്ഞാൽ പണി തുടങ്ങാവോ? തുടങ്ങും. എത്ര വർഷത്തേക്കുള്ള പ്രൊജക്ട് ആയിരിക്കും? അറിയില്ല. അത് പെട്ടെന്ന് പണി കഴിക്കുമല്ലോ. വർഷകാലം കഴിയുമ്പോൾ പണി മാക്സിമം കഴിക്കാൻ അവർ ശ്രമിക്കണെന്നാ പറഞ്ഞത് എഞ്ചിനീയർ. ഓക്കെ ഏട്ടാ, എന്തായാലും വളരെ നന്ദി. ഓക്കെ, താങ്ക് യു. പക്ഷെ ഇവിടെ വന്നപ്പോഴേ ഇവിടെ ഈ ഗേറ്റിലുണ്ടായിരുന്ന പോലീസുകാരൻ പറഞ്ഞു, ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ട്. വരാം ചേട്ടാ, വരാം. അപ്പോൾ ഞാനിങ്ങനെ ഫോണും പിടിച്ചിട്ട് നിന്നപ്പോൾ എന്നോട് ചോദിച്ചേ, തിരിച്ച് വീട്ടിൽ പോയി ഫോട്ടോ ആയിട്ടിരിക്കണമെങ്കിൽ അതിൻ്റെ അടുത്ത് പോയി ഇന്ന് ഫോട്ടോ എടുക്കണം. വീട്ടിൽ പോയി ഫോട്ടോ ആയിട്ടിരിക്കണമെങ്കിൽ, അതല്ല വീട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ മാറി നിന്ന് ഫോട്ടോ എടുത്തോണമെന്ന് പറഞ്ഞു.